ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ലോകമഹാരാജ്യങ്ങൾ വരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാനിങ് ആണ് ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ളത്. കാരണം അത്രയും കുരുട്ടുബുദ്ധി ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട്. അവരുടേതായിട്ടുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ, അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്കൊരു ഒരു ഉപകരണം, ഒരു ടൂളായിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ കാണുന്നത്. അത് എങ്ങനെ, ഏത് രീതിയിൽ, എപ്പോ, എങ്ങനെയുള്ള രീതിയിൽ ഏതൊക്കെ ആളുകളുടെ അടുത്ത് ഉപയോഗിക്കാം എന്ന് നല്ല വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഇരിക്കുന്ന ഒരു തേർഡ് പാർട്ടി. ആരെയൊക്കെ എങ്ങനെ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ഇപ്പൊ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരത്തിൽ കൂടിയോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പല രീതിയിലും ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് മറ്റുള്ളവരെ അതിൽ വീഴ്ത്താനുള്ള കഴിവുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. കാരണം ഇപ്പോ ഈ ഒരു ചരടുണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ കുതിരനെ റൺ ചെയ്യിപ്പിക്കുന്നു, ഹോഴ്സ് റൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഹോഴ്സ് റൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ചരടിന്റെ ഓണർ ആരാണ്? അതിന്റെ പുറത്ത് കയറിയിരിക്കുന്ന ആള്. അത് നടക്കണമെന്ന് വിചാരിച്ചാലും അത് ഓടണമെന്ന് വിചാരിച്ചാലും അത് ആ ചരട് വലിയുടെ ഇതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ അതിനെ കെട്ടിയിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സ്വതന്ത്രമാക്കാം. അതെല്ലാം ആ ഓണറിന്റെ കയ്യിലിരിക്കും. അതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവരുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായിട്ട് നിങ്ങളുടെ വ്യക്തി എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം എന്ന് ഈ തേർഡ് പാർട്ടി വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ട് നിങ്ങളുടെ വ്യക്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവര് നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കുകയാണ്, മെന്റലി ഒരുപാട് സഹായിക്കുന്നു, ഒരു അഡ്വൈസറായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് പല നല്ല കാര്യങ്ങളും ഈ തേർഡ് പാർട്ടി ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഭാവിയിലാണെങ്കിലും ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഓപ്പോസിറ്റ് ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകും, നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകും, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പരിപാടികളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതി. എല്ലാം നല്ല സെറ്റപ്പായിട്ട് പോയിക്കോളും, പ്രശ്നമൊന്നും ഉണ്ടാവൂല, ഇവർ പറയുന്ന ആളുകളാണ് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ, അതായത് തേർഡ് പാർട്ടി പറയുന്ന ആളുകളും സിറ്റുവേഷൻസും ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പ്രശ്നക്കാരികൾ, പ്രശ്നക്കാരന്മാർ, ടോട്ടലി ഇവർക്ക് സ്വൈര്യം കൊടുക്കാത്ത ആളുകൾ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു.
പകരം തേർഡ് പാർട്ടിയാണ് എല്ലാത്തിലും നല്ല ഒരു പതിവ്രതയായിട്ടുള്ള അല്ലെങ്കിൽ പതിവ്രതനായിട്ടുള്ള ആള് എന്നും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് നേരെ തിരിച്ചുമാണ്. യഥാർത്ഥത്തില് ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ തീക്കണ്ണി പോലെയാണ്. വെള്ളവും വളവും വലിച്ചെടുത്ത് അതിന്റെ സത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സത്ത് വലിച്ച് ഇങ്ങനെ ഇത്തിക്കണ്ണി ഇങ്ങനെ പോവില്ലല്ലോ. മാവിലൊക്കെ പിടിച്ചു കയറി കഴിഞ്ഞാൽ അത് പോവില്ല. ഈ മാവായിരിക്കും പണിയെടുക്കുന്നത്. മാവിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കും, മാവ് പണിയെടുക്കും, ഫുഡ് ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത്തിക്കണ്ണി ഇങ്ങനെ നൈസായിട്ട് നിന്ന് കാർന്നിങ്ങനെ വെള്ളവും വലിച്ചെടുക്കും, ഉദ്ദേശങ്ങളൊക്കെ നടക്കും, ഇങ്ങനെ നൈസായിട്ട് പോവുകയും ചെയ്യും. അപ്പോഴത്തേക്കും ഈ മാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം പരിപാടിയൊക്കെ തീരും. അതാണ് ഇതിലുള്ള പ്രശ്നം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇടവും വലവും തിരിയാൻ അനുവദിക്കില്ല. ഇടവും വലവും തിരിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ ഈ വ്യക്തിക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ലോകത്തുള്ള ഇവര് തന്നെ, ഈ തേർഡ് പാർട്ടി തന്നെ കുറച്ച് പ്ലാനിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ആളുകളാണ് നല്ലവര്, അവരും അവരുടെ കൂട്ടാളികളും അവരുടെ സിറ്റുവേഷൻസും അവർ പറയുന്ന സിറ്റുവേഷൻസുമാണ് നല്ല വ്യക്തികൾ, നല്ല കാര്യങ്ങൾ, നല്ല നല്ല പരിപാടികളൊക്കെ ചെയ്യുന്നവര്. അല്ലാത്തവര്, ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ക്രിമിനൽസ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, വിഷമം ഉണ്ടാക്കും, അവരുടെ ഫ്യൂച്ചർ കെടുത്തും. അവർക്ക് എത്രത്തോളം ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. എത്രയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്താലും കേൾക്കണോ വേണ്ടയോ എന്ന് കേൾക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിപ്പോൾ ആരെ വേണമെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാമല്ലോ. കേൾക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത്. ചെറിയ കുഞ്ഞ് മക്കളൊന്നും അല്ലല്ലോ, അഡൾട്ടായിട്ടുള്ള ആളുകളല്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാൻ കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിചാരമുണ്ട്, ഈ ലോകത്തിന്റെ അണ്ടറിലിരിക്കുന്ന എല്ലാ പരിപാടികളും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. എന്നെ ആരും തോൽപ്പിക്കാനാവില്ല, ഈ ചന്തുവിനെ ആരും തോൽപ്പിക്കാനാവില്ല എന്ന് പറയണ പോലെ എന്നെ ആരും തോൽപ്പിക്കാനാവില്ല. എനിക്ക് ആരൊക്കെ നല്ലവര്, ആരൊക്കെ ചീത്ത, ഏത് സിറ്റുവേഷൻ നല്ലത്, ഏത് സിറ്റുവേഷൻ ചീത്ത, അതെല്ലാം എനിക്ക് A to Z അറിയാം എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. പക്ഷെ അതൊന്നുമല്ല പുറം ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി ഒരു പുകമറയിലാണ് ഇരിക്കുന്നത്. ഈ കൃത്രിമമായിട്ട് തേർഡ് പാർട്ടി സൃഷ്ടിച്ച ഒരു പുകമറയിലാണ് ഇരിക്കുന്നത്. ആ പുകമറ മാറിയാലല്ലേ, പുറത്തോട്ട് വന്നാലല്ലേ ലോകത്ത് വിശാലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നല്ല ആളുകൾ ഒരുപാടുണ്ട്. അല്ലാതെ ഈ തേർഡ് പാർട്ടിനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണകളാണ്, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, തെറ്റിദ്ധാരണകൾ. നല്ലതിനെ ചീത്തയായിട്ടും ചീത്തതിനെ നല്ലതായിട്ടും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവും ഇങ്ങനെ ബുദ്ധിമുട്ടിലാവുകയും വിഷമത്തിലാവുകയും മറ്റുള്ളവർക്കും ഉറക്കമില്ലായ്മ സമ്മാനിക്കുകയും വിഷമം സമ്മാനിക്കുകയും മറ്റുള്ളവരുടെ ജീവിതം വരെ ഒരു കോടതി വരാന്തയിലോ അതല്ല നിയമത്തിന്റെ കാര്യങ്ങളിലോട്ടോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സെപ്പറേഷൻ കാര്യങ്ങളിലോട്ടോ എന്തെങ്കിലും ഇല്ലാത്ത പോലെയുള്ള അവസ്ഥകളിലോട്ടോ ഫിസിക്കലി മെന്റലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലോട്ടോ പിന്നെ പേരിന് മാത്രം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടോ ഈ ചിന്താഗതികൾ കൊണ്ടുപോയി എത്തിച്ചു. അപ്പൊ ആര് ജയിച്ചു? നേരത്തെ പറഞ്ഞ ആളുകൾ ജയിച്ചു. അതാണ് അവർക്ക് വേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി ഒരു ടൂളായിട്ടാണ് കാണുന്നത്, ഒരു ഉപകരണം, ഒരു മെഷീൻ. സ്വിച്ച് ഇടുമ്പോൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഓടി നടന്ന് ചെയ്യില്ലേ, ഇപ്പൊ എന്തെങ്കിലും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഓരോ മെഷീൻസ് ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം മാനസികമായിട്ട് ഒരുപാട് ദാരിദ്ര്യം ഈ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും നല്ല രീതിക്ക് ചാർത്തി കൊടുക്കുന്നുണ്ട്.
ഒരാള് എത്രത്തോളം വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വേദനയും വിഷമവും അവസാനം നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോയാലുണ്ടാവും. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചർച്ചയുടെ ഒരു ആളാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 പേര് കൂടി നിന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടാവില്ല, 10-20 പേര് അല്ലെങ്കിൽ 5 പേര് 4 പേര്. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇവർക്ക് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇവർ കണ്ണാടി നോക്കിയാണെങ്കിലും ചർച്ച നടത്തും, 10 പേരുടെ ബുദ്ധി പ്രയോഗിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ പ്രയോഗിക്കുന്ന ബുദ്ധിയൊക്കെ ഈ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ ബുദ്ധിമുട്ടിലോട്ടാണെന്ന് കൂടെ നിൽക്കുന്ന വ്യക്തി അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അനുഭവിക്കാൻ യോഗമുള്ള ഈ വ്യക്തിയുടേതായിട്ടുള്ള നല്ല കാര്യങ്ങള് സാമ്പത്തികമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള A to Z എനർജി നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ആളുകൾക്ക് അത് അനുഭവിക്കാനായിട്ടുള്ള കാര്യങ്ങള് നെഗറ്റീവാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ഈ വ്യക്തിയുടേതായിട്ടുള്ള A to Z പരിപാടികൾ പോസിറ്റീവായിട്ടുള്ള സാമ്പത്തികമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന തേർഡ് പാർട്ടി അത് നല്ല രീതിക്ക് വിനിയോഗിക്കുന്നു. കാരണം ഈ പണ്ടത്തെ മഹാഭാരത യുദ്ധത്തില് ശകുനിയുടെ ഒരു പരിവേഷം വേണമെങ്കിൽ പറയാം. എല്ലാത്തിനും ഇങ്ങനെ ഉള്ള പരിപാടിയില്ലേ, നിങ്ങൾ മനസ്സിലായല്ലോ. ഒരു കാര്യം തമ്മിലടിപ്പിക്കുന്ന കാര്യങ്ങൾ, യുദ്ധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിക്ക് വേണ്ട രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ഈ റെഡ് ഡാറ്റ ബുക്കിലൊക്കെ എഴുതുന്ന പോലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ എഴുതി വെക്കാം. കാരണം അത്രയും പണ്ടുള്ള ഈ മഹാഭാരതത്തിന്റെ ആ ശകുനിയുടെ ഒരു വേർഷനാണിത്. പുറകിൽ നടന്നുള്ള പരിപാടികൾ, തമ്മിലടിപ്പിക്കുന്ന പരിപാടികൾ, നശിപ്പിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ നാശം കണ്ട് ചിരിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് സമാധാനം, സന്തോഷം, കാര്യങ്ങളെല്ലാം അവർക്ക് വേണം. മറ്റുള്ളവർക്ക് ഇവരുദ്ദേശിക്കുന്ന, ഇവർക്ക് ദേഷ്യമുള്ള, ഇവർക്ക് അടിമപ്പെടാതെ, ഈ തേർഡ് പാർട്ടിക്ക് അടിമപ്പെടാതെ ജീവിക്കുന്ന എല്ലാവർക്കും നാശം കൊടുക്കണം എന്നാണ് ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം തന്നെ. ആരും അടിമയല്ലല്ലോ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അസൂയ കുശുമ്പൊക്കെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി കാണാൻ നല്ല അടിപൊളിയായിരിക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നിങ്ങൾ പ്രൊഫഷൻ വൈസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ജോലി സംബന്ധമായി ഉള്ള രീതിയിലൊക്കെ ഇത്തിരി കൂടി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതോ അല്ലാന്നുണ്ടെങ്കിൽ സംതിങ് അവർക്കില്ലാത്ത എന്തൊക്കെയോ നിങ്ങൾക്കുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാകാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം, സ്വന്തം കാലിൽ നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആർക്കും അടിമപ്പെടാതെ ജീവിക്കുന്ന ഒരു സ്വഭാവം, കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിമകളെ പോലെ മറ്റുള്ളവരുടെ ഈ തേർഡ് പാർട്ടി അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ പോയി പലതും യാചിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെപ്പോഴും ഇവരോട് യാചിക്കണം എന്നുള്ളൊരു ഇതാണ്. നിങ്ങളെപ്പോഴും ഇവരോട് അടിമപ്പെട്ട് കിടക്കണം. നിങ്ങളുടെ കാര്യമായിരിക്കും ഇവരുടെ ഉള്ളിൽ ഇവര് പിടിച്ചു വെച്ചിരിക്കുന്നത്, പക്ഷെ ഇവരോട് ചോദിച്ചിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാൻ എന്നുള്ള ഒരു ഇതാണ്. അത് എന്തു പറയാനാ ഇതൊക്കെ. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്താണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് അടിമയായിട്ടിരിക്കാൻ പറ്റും. അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഈ
ആള് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി. അപ്പൊ അതൊന്നും നടക്കാതിരിക്കുമ്പോഴാണ് ദേഷ്യം, പിന്നെ ഈ ദേഷ്യത്തിന്റെ പുറത്ത് നിങ്ങളോട് ബുദ്ധിമുട്ട്, അത് നിങ്ങളുടെ വ്യക്തിയിൽ കൂടി തീർത്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് നടക്കുന്നത്. കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടേതായിട്ടുള്ള ശത്രുസ്ഥാനത്ത് വരുന്ന ഇവർക്ക്, ഈ തേർഡ് പാർട്ടിക്ക് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആകാം, ഒരു വ്യക്തികളാകാം, അത് അവരെങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാനേ നോക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും അവരുടെ നാശം കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അതിനുവേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് സൈക്കോയിന്റെ ഒരു എന്തോ സൈക്കോ പിടിച്ച ആളുകളൊക്കെ ഇല്ല, ഇങ്ങനെ എന്താ പറയാ, അതിന് പേര് കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ അങ്ങേപ്പുറം നിൽക്കുന്ന എന്തോ മനസ്സുള്ള ആളുകളാണ്. അല്ലാതെ എന്താ പറയാനാണ്, നമ്മൾ ഈ വല്ലവന്റെയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കാവോ? അതൊന്നും ശരിയല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ നെഗറ്റീവും പരിപാടികളും നിങ്ങൾ അനുഭവിച്ച് വിഷമിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു. അതെല്ലാം ആ ഒരു ദുരിതത്തിന് എല്ലാത്തിനും ഒരു അറുതി എന്തായാലും ഉണ്ടാവും. പല നാൾ കള്ളന് ഒരു നാൾ പിടിയില്ലെന്നല്ലേ. അപ്പൊ അതിനൊക്കെ ഒരു അറുതി, ദുരിതം, തീരല് പരിപാടികളൊക്കെ ഉണ്ടാവും. പാടത്ത് പണി, വരമ്പത്ത് കൂലി. പക്ഷെ പാടത്ത് പണിയെടുക്കണം, നിങ്ങൾ പണിയെടുക്കണം. ഇതിന് ഇത്തിരി പണിയൊക്കെ ഉണ്ട്, നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. അപ്പൊ കൂലി കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ അങ്ങനെ കാണുന്നത്. കാരണം നല്ല ഈ തേർഡ് പാർട്ടീനെ ഒരിക്കലും തകർക്കാനാവില്ല എന്നുള്ള രീതിയിൽ വളരെയധികം അഹങ്കരിച്ച് നിൽക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ ഒരു കൊടുമുടിയാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലെ ഈ തേർഡ് പാർട്ടി. ആരെയും ഒന്നിനെയും കൂസാതെ നിൽക്കുന്ന ഉള്ളില്, പക്ഷെ പുറമെ അതൊന്നുമല്ല, എല്ലാത്തിനും അടിമപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്ന പോലെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വേറൊരു രീതിയിൽ നിൽക്കുന്ന ഒരാള്. ഒന്നുമല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറ്റുള്ളവരൊക്കെ പറയുന്നത് നുണയാണ്, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് നിൽക്കുന്ന ആളാണ് ഈ തേർഡ് പാർട്ടി. ഇതാണ് നിങ്ങളുടെ വ്യക്തി. എന്തെങ്കിലും കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കാതെ വേറെ വഴിയില്ലല്ലോ. എന്തെങ്കിലും കാലത്ത് മനസ്സിലാക്കും. അതിനുള്ള അവസരം യൂണിവേഴ്സായിട്ട് കൊടുക്കട്ടെ, പ്രകൃതിയായിട്ട് അത് തന്നെ കൊടുക്കട്ടെ. കാരണം ചില കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിൽ കൂടിയേ മനസ്സിലാവുള്ളൂ. അത് ചില അനുഭവങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച് പല കാര്യങ്ങളും പരിഹരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.